ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമുക്കിന്ന് CSIR നെറ്റ് ഫിസിക്സിൽ സ്ഥിരമായിട്ട് മെട്രീസസ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന കുറച്ച് പ്രോബ്ലംസ് നോക്കിയാലോ? നമുക്കറിയാം PYQs നോക്കിയാലേ എങ്ങനെയാണ് മെട്രീസസിൽ നിന്നുള്ള അല്ലെങ്കിൽ ഏതൊരു ടോപ്പിക് ആണെങ്കിലും PYQs നോക്കുന്നതിലൂടെയാണ് നമുക്ക് അതെങ്ങനെയാണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് അറിയുന്നത്. അപ്പോൾ പൊതുവേ മെട്രീസസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈഗൻ വാല്യൂസ് ചോദിക്കും, ഡയറക്റ്റ്ലി ചോദിക്കുന്നതായിരിക്കും നമ്മൾ വിചാരിക്കുക. പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും ചോദിക്കുക. അപ്പോൾ അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ 3x3 മെട്രിക്സ് M ഹാസ് trace of M is equal to 6, trace of M square is equal to 26, trace of M cube is equal to 90. Which of the following can be possible set of eigenvalues of M? അതായത് ഇവിടെ ഡയറക്റ്റ്ലി ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ടില്ല. മെട്രിക്സിന്റെ എന്താണ് തന്നിട്ടുള്ളത്? ട്രേസ് ആണ്. നമുക്കറിയാം ഒരു 3x3 അല്ലെങ്കിൽ ഒരു 2x2 മെട്രിക്സ് ആണെങ്കിൽ 2x2 മെട്രിക്സ് ആണെങ്കിൽ അതിന് 2 ഈഗൻ വാല്യൂസ് ആയിരിക്കും. 3x3 ആണെങ്കിൽ 3 ഈഗൻ വാല്യൂസ് ആയിരിക്കും. അപ്പോൾ n/n മെട്രിക്സിന് n ഈഗൻ വാല്യൂസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ 3x3 മെട്രിക്സ് ആണെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രേസ് ഓഫ് എ മെട്രിക്സ് M എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയഗണൽ എലമെന്റ്സിന്റെ സം ആണ് ട്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മ് ട്രേസ് ഓഫ് M എന്ന് പറയുന്നത് 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആ മെട്രിക്സിന്റെ തന്നെ M എന്ന് പറയുന്ന മെട്രിക്സിന്റെ സ്ക്വയർ എടുക്കുക. അതായത് 2 പ്രാവശ്യം ആ M എന്ന് പറഞ്ഞ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ട്രേസ് എടുക്കുമ്പോൾ അത് 26 ആണ്. ഇനി M ക്യൂബിന്റെ ട്രേസ് എടുത്തിട്ട് അത് 90 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ M എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഈഗൻ വാല്യൂസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എമ്മിന്റെ ഈഗൻ വാല്യൂസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം. അതായത് ട്രേസ് ഓഫ് എ മെട്രിക്സ് M എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ സം ഓഫ് ദി ഡയഗണൽ എലമെന്റ്സ് ആണ്. അതേസമയം നമുക്കറിയാം ഈഗൻ വാല്യൂസിന്റെ പ്രോപ്പർട്ടീസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈഗൻ വാല്യൂസിന്റെ സം എന്ന് പറയുന്നത് ആ മെട്രിക്സിന്റെ എന്തായിരിക്കും? ട്രേസ് ആയിരിക്കും. അതേസമയം ഈഗൻ വാല്യൂസിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏത് മെട്രിക്സിന്റെ ആണോ ഈഗൻ വാല്യൂസ് എടുക്കുന്നത് ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആണ്. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, trace of a matrix is equal to sum of eigenvalues. Sum of eigenvalues, and determinant is equal to product of eigenvalues. അപ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലം വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ട്രേസ് ഓഫ് M. ട്രേസ് ഓഫ് M ഇതൊരു 3x3 മെട്രിക്സ് ആണ്. ലെറ്റ് ദ ഈഗൻ വാല്യൂസ് ഓഫ് ദിസ് മെട്രിക്സ് ആസ് λ1, λ2 ആൻഡ് λ3. നമുക്കറിയാം ലാംഡയാണ് നമ്മൾ ഈഗൻ വാല്യൂസിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പിൾ. അപ്പോൾ λ1, λ2, λ3 ആണ് M എന്ന് പറയുന്ന ഈഗൻ വാല്യൂസിന്റെ മെട്രിക്സിന്റെ ഈഗൻ വാല്യൂസ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ട്രേസ് ഓഫ് M is equal to λ1 plus λ2 plus λ3 എന്ന് എഴുതാലോ. അതായത് ഞാൻ പറഞ്ഞു ട്രേസ് എന്ന് പറയുന്നത് സം ഓഫ് ഈഗൻ വാല്യൂസ് ആണ്. അപ്പോൾ ട്രേസ് ഓഫ് M എന്ന് പറയുന്നത് λ1 plus λ2 plus λ3 ആയിരിക്കും. അത് എത്രയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്? ഈക്വൽ ടു 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതേസമയം ട്രേസ് ഓഫ് M സ്ക്വയർ. ഇനി M സ്ക്വയർ എന്ന് പറയുന്ന ആ ഒരു മെട്രിക്സിന്റെ ട്രേസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു മെട്രിക്സിന്റെ ഈഗൻ വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ മെട്രിക്സിന്റെ സ്ക്വയറിന്റെ ഈഗൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ആ ഫസ്റ്റ് മെട്രിക്സിന്റെ എമ്മിന്റെ ഈഗൻ വാല്യൂസിന്റെ സ്ക്വയേഴ്സ് ആയിരിക്കും. അതായത് λ1 സ്ക്വയർ, അതായത് λ1 സ്ക്വയർ പ്ലസ് λ2 സ്ക്വയർ പ്ലസ് λ3 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്? 26 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് M സ്ക്വയറിന്റെ ഈഗൻ വാല്യൂസ് ഏതൊക്കെയായിരിക്കും? λ1 സ്ക്വയർ, λ2 സ്ക്വയർ, λ3 സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ട്രേസ് ഓഫ് M സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിന്റെ ഡയഗണൽ എലമെന്റ്സിന്റെ സം ആണ്. ആ സം എന്ന് പറയുന്നത് അതിന്റെ ഈഗൻ വാല്യൂസിന്റെ സമ്മിന് ഈക്വൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. ഇനി അതേസമയം ട്രേസ് ഓഫ് M ക്യൂബ് എന്ന് പറയുമ്പോഴോ, M ക്യൂബ് എന്ന് പറയുമ്പോൾ M ക്യൂബിന്റെ ഈഗൻ വാല്യൂസ് എന്തായിരിക്കും? λ1 ക്യൂബ്, λ2 ക്യൂബ് ആൻഡ് λ3 ക്യൂബ്. അപ്പോൾ ട്രേസ് ഓഫ് M ക്യൂബ് എന്ന് പറയുന്നത് λ1 ക്യൂബ് പ്ലസ് λ2 ക്യൂബ് പ്ലസ് λ3 ക്യൂബ് ഇങ്ങനെയായിരിക്കും. അത് എത്രയാണ് തന്നിട്ടുള്ളത്? ട്രേസ് ഓഫ് M ക്യൂബ് എന്ന് പറയുന്നത് 90 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കറിയാം
ഏതോ ഈ സെറ്റില് 4 സെറ്റില് ഏതോ ഒരു സെറ്റാണ് എമ്മിന്റെ ഈഗൻ വാല്യൂസ്. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് സെറ്റ് ആണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് എടുക്കാം. ഓപ്ഷൻ എ എടുത്താൽ 1 1 4 ആണ്. അപ്പോൾ അതിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ 1 + 1 2 2 + 4 6 ആണ്. ഫസ്റ്റ് ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി എം സ്ക്വയർ, ട്രേസ് ഓഫ് എം സ്ക്വയർ എന്ന് പറയുമ്പോൾ λ1 സ്ക്വയർ പ്ലസ് λ2 സ്ക്വയർ λ3 സ്ക്വയർ ആണ്. അപ്പോൾ 1ന്റെ സ്ക്വയർ 1 + 1 + 4ന്റെ സ്ക്വയർ 16. അപ്പോൾ ഇത് എത്രയാണ് കിട്ടുന്നത്? 18 ആണ്. പക്ഷെ നമുക്ക് 26 ആണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഓപ്ഷൻ എ അല്ല എന്ന് ഉറപ്പിക്കാം. ഇനി ഓപ്ഷൻ ബി നോക്കിക്കേ. -1 0 7. ഇത് പ്ലസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുക? 6 ആണ് കിട്ടുക. ഫസ്റ്റ് കണ്ടീഷൻ അഗെയിൻ സാറ്റിസ്ഫൈഡ്. ഇനി സെക്കൻഡ് കണ്ടീഷൻ, അതായത് λ1 സ്ക്വയർ എന്ന് പറയുമ്പോൾ -1ന്റെ സ്ക്വയർ ചെയ്യാം. ഇങ്ങനെ -1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ 0 പ്ലസ് 7 സ്ക്വയർ, ഇങ്ങനെയാണ് ചെയ്യാം. അപ്പോൾ -1 സ്ക്വയർ ചെയ്യുമ്പോൾ 1 തന്നെ, 1 + 7 സ്ക്വയർ എന്ന് പറയുമ്പോൾ 49 50 ആണ് കിട്ടുന്നത്. അപ്പോൾ അഗെയിൻ നമുക്ക് 26 കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സെറ്റും അല്ല. ഇനി ഓപ്ഷൻ സി ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ -1 3 4 ആണ്. അത് തമ്മിൽ പ്ലസ് ചെയ്യുമ്പോൾ -1 + 3 എന്ന് പറയുമ്പോൾ 2 ആണ്. 2 + 4 6 ആണ്. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ഇനി -1ന്റെ സ്ക്വയർ, -1 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ, അതായത് 3 × 3 9 + 16 + 1 എന്ന് പറയുന്നത് 26 ആണ്. അപ്പോൾ സെക്കൻഡ് ട്രേസ് ഓഫ് എം സ്ക്വയർ = 26 സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ഇതും കൂടിയേ ഉള്ളൂ നോക്കാൻ. അത് നോക്കിക്കേ. λ1 ക്യൂബ്, അതായത് -1ന്റെ ക്യൂബ് ചെയ്യുക. ഈ സെറ്റാണ് നമ്മൾ നോക്കുന്നത്. ഓപ്ഷൻ സി ആണ്. 3 ക്യൂബ് + 4 ക്യൂബ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് പ്ലസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 90 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് ഓപ്ഷൻ സി ആണെന്ന് മനസ്സിലായി. അപ്പോൾ മെട്രീസസിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയും ചോദിക്കാം. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും പ്രോപ്പർട്ടീസ് അറിഞ്ഞിട്ടുണ്ടാവണം. അത് ഈഗൻ വാല്യൂസ് ആണെങ്കിലും ഡിറ്റർമിനൻസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്താണ് ഈ ഒരു മെട്രീസസിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് പലതരത്തിൽ. റാങ്ക് കണ്ടുപിടിക്കുമ്പോൾ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് നമ്മളുടെ മനസ്സിൽ ഓർമ്മ വരണം. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതെല്ലാം ഏതാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ ഉടനെ വരണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് പ്രാക്ടീസ് തന്നെ പറ്റുള്ളൂ. അപ്പോൾ നിരന്തരമായിട്ട് ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ചെയ്താലേ നമുക്ക് ആ ഒരു പ്രാക്ടീസ് കിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്നായിരിക്കും ഇതൊക്കെ നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ഇത് പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ചെയ്ത ഒരു പ്രോബ്ലം ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഈഗൻ വാല്യൂസ് ഓഫ് ദി ആൻറ്റി സിമെട്രിക് മെട്രിക്സ്. ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. വേർ n1 n2 ആൻഡ് n3 ആർ ദി കമ്പോണൻസ് ഓഫ് എ യൂണിറ്റ് വെക്റ്റർ. അതായത് ഈ മെട്രിക്സ് ഒരു ആൻറ്റി സിമെട്രിക് മെട്രിക്സ് അല്ലെങ്കിൽ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെട്രിക്സിൽ ഇങ്ങനെ ഒരു ഫോം ഒരു മെട്രിക്സ് ഉണ്ടെങ്കിൽ അത് ആൻറ്റി സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത്, അതും ഈഗൻ വാല്യൂസിൻ്റെ പ്രോപ്പർട്ടീസിൽ വരുന്ന വൺ ഓഫ് ദി പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ അതിലെന്താ വരുന്നത്? ഫോർ എക്സാമ്പിൾ 0 - a b a 0 c - b c 0. അതായത് എ ബി സി എന്നുള്ള ഫോമിൽ ഞാൻ എഴുതിയെന്നേ ഉള്ളൂ ഇതിനെ. അപ്പോൾ ഇത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് തന്നെയാണ്, റിയൽ ആണ്. അതായത് കോംപ്ലക്സ് നമ്പേഴ്സ് ഒന്നുമില്ല ഈ മെട്രിക്സിൽ. ഇങ്ങനെ ഒരു ഫോം ആണെങ്കിൽ ഇതിന്റെ ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത്, ഈഗൻ വാല്യൂസ് ഏതൊക്കെയായിരിക്കും? ഒന്ന് 0 ഉണ്ടാകും, പിന്നെ പ്ലസോ മൈനസ് i × a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് c സ്ക്വയർ. ഇതായിരിക്കും ഇങ്ങനെയുള്ള ഫോമിന്റെ ഒരു മെട്രിക്സ് ഒരു കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ഒന്ന് 0 ആയിരിക്കും, മറ്റൊന്ന് പ്ലസോ മൈനസ് i × ഈ എ ബി സി എന്ന് പറയുന്ന ആ നമ്പേഴ്സ് ഡയറക്റ്റ്ലി എടുത്ത് നമുക്ക് സ്ക്വയർ ചെയ്തിട്ട് അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ കൺവെൻഷനലി ചെയ്യുന്ന ആ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു പ്രോപ്പർട്ടീസ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഇവിടെ ഇത് എ ബി സി എന്നുള്ളതിന് പകരം n1 n2 n3 ആണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഈ ഒരു മെട്രിക്സിന്റെ ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? 0 ഉണ്ട്, പ്ലസോ മൈനസ് i × n1 സ്ക്വയർ
പ്ലസ് n2 സ്ക്വയർ പ്ലസ് n3 സ്ക്വയർ. ഇതായിരിക്കും ഈ ഒരു മെട്രിക്സിന്റെ ഈഗൻ വാല്യൂസ്. അതിൽ നമുക്ക് n1 n2 n3 എന്താണെന്ന് അറിയില്ല, പക്ഷെ അതിനുള്ളൊരു ക്ലൂ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. വേർ n1 n2 ആൻഡ് n3 ആർ ദി കമ്പോണൻസ് ഓഫ് എ യൂണിറ്റ് വെക്റ്റർ. ഒരു യൂണിറ്റ് വെക്റ്ററിന്റെ കമ്പോണൻസ് ആണ് n1 n2 n3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു യൂണിറ്റ് വെക്റ്ററിന്റെ കമ്പോണൻസ് നമ്മൾ n1 n2 n3 ആണെങ്കിൽ അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തിട്ട്, അതായത് സ്ക്വയർ ചെയ്ത് അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും കിട്ടുന്നത് ഈക്വൽ ടു എന്താണ്? 1 ആയിരിക്കും. കാരണം അതൊരു യൂണിറ്റ് വെക്റ്റർ ആണ്. അപ്പോൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആണ്. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നോക്കിക്കേ, ലാംഡ ഈക്വൽ ടു ആണ്, ലാംഡ ഇസ് ഈക്വൽ ടു 0 പ്ലസ് ഓ മൈനസ് ഐ ഇൻറ്റു 1 ഐ തന്നെയാണ്. അപ്പോൾ എന്തൊക്കെ കിട്ടി? ഇതൊന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതിയാൽ 0 പോസിറ്റീവ് ഐ ആൻഡ് നെഗറ്റീവ് ഐ. ഇതാണ് ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ആ ഒരു പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. ഇപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്. ഇത് സ്മോൾ ഐ ആണ്. ഓക്കെ, ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Given a 2x2 unitary matrix satisfying u dagger u is equal to u dagger is equal to I with determinant of u is equal to e raised to I phi, one can construct a unitary matrix V. Unitary matrix V എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ v dagger v is equal to v dagger is equal to I. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന മെട്രിക്സിനെയാണ് നമ്മൾ യൂണിറ്ററി മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ u എന്ന് പറയുന്ന ഒരു 2x2 മെട്രിക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു യൂണിറ്ററി മെട്രിക്സ് ആണ്. യുവിൽ നിന്ന് നമുക്ക് വി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതെങ്ങനെ? വിത്ത് ഡിറ്റർമിനന്റ് ഓഫ് വി എന്ന് പറയുന്നത് 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിറ്റർമിനന്റ് ഓഫ് യു എന്ന് പറയുന്നത് ഇ റേസ് ടു ഐ ഫൈ ആണ്. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് വി 1 ആണ്. അങ്ങനെയാണെങ്കിൽ യുവിൽ നിന്ന് നമ്മൾ വി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ഫോം ചെയ്യാം? അതായത് യു 2x2 മെട്രിക്സ്, അതിൻ്റെ കൂടെ എന്ത് ചെയ്താലാണ് നമ്മൾ ഒരു മെട്രിക്സിൽ നിന്ന് മറ്റൊരു മെട്രിക്സ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സ്കെയിലാർ നമ്പർ വെച്ചിട്ടായിരിക്കും അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരിക്കും മറ്റൊരു മെട്രിക്സ് ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് എഴുതാം വി ഈസ് ഈക്വൽ ടു, വി എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് പറയുന്നത്, ലെറ്റ് ദാറ്റ് സ്കെയിലാർ നമ്പർ ബി സി. ഞാൻ സി എന്ന് പറയുന്ന ഒരു സ്കെയിലാർ നമ്പർ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ സി ഇൻറ്റു യു, അതായത് വി എന്ന് പറയുന്ന മെട്രിക്സ് യു എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ കൂടെ എന്തോ ഒരു നമ്പർ, സ്കെയിലാർ നമ്പർ സി എന്ന് പറയുന്ന ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് വി എന്ന് പറയുന്നത് നമ്മൾ ഫോം ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് ഓപ്ഷൻ വരുന്നതെന്ന് നോക്കാം. നമുക്കറിയാം ഡിറ്റർമിനന്റ് ഓഫ് വി, ഇത് ബോത്ത് സൈഡ്സിലും ഡിറ്റർമിനന്റ് എടുക്കുക. അതായത് ഡിറ്റർമിനന്റ് ഓഫ് വി ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് സി ഇൻറ്റു യു എന്ന് എഴുതാം. ഓക്കെ, ഡിറ്റർമിനന്റ് പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ഒരു സ്കെയിലാർ നമ്പർ ഇൻറ്റു വൺ മെട്രിക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ നമ്മൾ എഴുതുന്നത് സി സ്ക്വയർ ഡിറ്റർമിനന്റ് ഓഫ് യു എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതിൽ ഡിറ്റർമിനന്റ് ഓഫ് വി എന്ന് പറയുന്നത് എന്താ തന്നിട്ടുള്ളത്? 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിറ്റർമിനന്റ് ഓഫ് വി ഈസ് ഈക്വൽ ടു 1 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സി ആണ് അല്ലേ. സി ഞാനിവിടെ റാൻഡം ആയിട്ടൊരു വേരിയബിൾ എടുത്തതാണ്. അപ്പോൾ സി എന്താണെന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഡിറ്റർമിനന്റ് ഓഫ് വി 1 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു സി സ്ക്വയർ ഡിറ്റർമിനന്റ് ഓഫ് യു. ഡിറ്റർമിനന്റ് ഓഫ് യു എന്താണ്? ഇ റേസ് ടു ഐ ഫൈ ആണ്. ഐ ഫൈ, ഇതിൽ നിന്ന് സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ബൈ ഇ റേസ് ടു ഐ ഫൈ എന്ന് എഴുതാം. Therefore, c is equal to root of e raised to I phi ഇങ്ങനെ എഴുതാം അല്ലേ. ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഇതിനെ മോഡിഫൈ ചെയ്ത് നമ്മൾ മുകളിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ റൂട്ട് ഓഫ് ഇ റേസ് ടു ഐ ഫൈനെ ഹോൾ, അതായത് ഇ റേസ് ടു ഐ ഫൈ ഹോൾ റേസ് ടു ഹാഫ് എന്ന് എഴുതാം. അപ്പോൾ ഇ റേസ് ടു ഐ ഫൈ ഹോൾ റേസ് ടു ഹാഫ് ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ ഇ റേസ് ടു മൈനസ് ഐ ഫൈ ഹോൾ റേസ് ടു ഹാഫ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഹാഫ് നമുക്ക് ഉള്ളിലേക്ക് എടുക്കുന്നു. അപ്പോൾ സി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ഐ ഫൈ ബൈ 2 എന്ന് കിട്ടി. അതായത് സി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ കൂടെ
സി എന്ന് പറയുന്നത് ഇവിടെ e⁻⁻², എന്ന് പറയുന്ന ആ ഒരു ടേം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വി എന്ന് പറയുന്ന മെട്രിക്സ് ഫോം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ഓപ്ഷൻ വരുന്നത് നോക്കിക്കേ. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ, മൾട്ടിപ്ലൈയിങ് u/e⁻⁻². ഓക്കെ, സിക്ക് പകരം e⁻⁻². അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതും പ്രോപ്പർട്ടീസ് വെച്ചിട്ട് പഠിച്ചാൽ മാത്രമേ, പ്രോപ്പർട്ടീസ് എല്ലാം അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കിത് വി ഈക്വൽ ടു സി യു എന്നുള്ളത് ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ, ഇത് പുറത്തേക്ക് എടുക്കുമ്പോൾ സി ആയിട്ട് തന്നെ എടുത്താൽ നമുക്ക് ഓപ്ഷൻ കറക്റ്റ് കിട്ടില്ല ആൻസർ. അപ്പോൾ സി ഒരു സ്കെയിലാർ നമ്പർ ഇൻറ്റു മെട്രിക്സ് ആണെങ്കിൽ ആ സ്കെയിലാർ നമ്പർ പുറത്തേക്ക് എടുക്കുമ്പോൾ സ്ക്വയർ ചെയ്തിട്ട് വേണം അത് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ. അതുകൊണ്ടാണ് c² ഡിറ്റർമിനൻ്റ് ഓഫ് യു എന്ന് കിട്ടിയത്. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ആൻസറിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Consider an n by n matrix A in which Aij is the product of the indices I and j, namely Aij is equal to ij. Then the matrix A, 4 ഓപ്ഷൻ ഉണ്ട്. അതായത് n by n എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ് A എന്ന്. ഇൻ വിച്ച് Aij, അതായത് ഓരോ മെട്രിക്സിന്റെ ഓരോ എലമെന്റ്സ്, മെട്രിക് എലമെന്റ്സ് എന്ന് പറയുന്നത് Aij എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. Aj എന്ന് പറയുന്നത് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദി ഇൻഡീസസ് I ആൻഡ് j. അതായത് ഫസ്റ്റത്തെ എലമെന്റ് A11, പിന്നെ A12, A13 അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഈ കോളം വൈസ് നോക്കിയാൽ A11, A21, A31. അപ്പോൾ ആ ഇൻഡീസസ് ആണ് ij എന്ന് പറയുന്നത്. ഈ A കഴിഞ്ഞിട്ട് നമ്മൾ എഴുതുന്ന ആ ഇൻഡീസസ് ആണ് 11, 12 അല്ലെങ്കിൽ 21 എന്ന് പറയുന്നതാണ് ഇൻഡീസസ്. അപ്പോൾ ഓരോ എലമെന്റും അതാത് എലമെന്റിന്റെ ഇൻഡീസസിന്റെ പ്രോഡക്റ്റ് ആണെന്ന്. ഇപ്പോൾ നമുക്കൊരു എ എന്ന് പറയുന്നത് ഒരു 3x3 മെട്രിക്സ് ആണെന്ന് വിചാരിക്കാം. ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 3x3 മെട്രിക്സ് ആണെങ്കിൽ അതിന് എങ്ങനെ എഴുതാം? A11, A12, A13, A21, A22, A23, 31, 32, A33. ഇങ്ങനെ ഒരു മെട്രിക് 3x3 മെട്രിക്സിന് നമുക്ക് ഇങ്ങനെയാണല്ലോ എഴുതാറുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഇൻഡീസസ് അതിന്റെ പ്രോഡക്റ്റ് ആണ് എലമെന്റ്സ്. ഈ എ എന്ന് പറയുന്ന മെട്രിക്സ്, അത് ഇവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളതാണ്. എ എന്ന് പറയുന്ന മെട്രിക്സ് ഇതിന്റെ പ്രോഡക്റ്റ് ആണെന്ന്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഈ 1, 1 എന്നുള്ളത് അതിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുമ്പോഴോ 1 എന്ന് കിട്ടി, 1 × 2 2 എന്ന് കിട്ടി, 1 × 3 3, 2 × 1 2, നെക്സ്റ്റ് 2 × 2 4, 2 × 3 6, 3 × 1 3, 3 × 2 6 and 3 × 3 9. അപ്പോൾ 3x3 മെട്രിക്സ് ആണെങ്കിൽ n by n ആണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ 3x3 ആണെന്ന് കൺസിഡർ ചെയ്തിട്ട് ചെയ്യുവാണ്. 3x3 മെട്രിക്സ് ആയതുകൊണ്ട് നോക്കിക്കേ, ഇതിന്റെ എലമെന്റ്സ് 1 2 3, നെക്സ്റ്റ് ഈസ് 2 4 6, നെക്സ്റ്റ് ഈസ് 3 6 9. ഇതെല്ലാ റോസും അല്ലെങ്കിൽ കോളം വൈസ് നോക്കുകയാണെങ്കിൽ ഈ മെട്രിക്സിന്റെ എല്ലാ റോസും അല്ലെങ്കിൽ എല്ലാ കോളംസും സെയിം അല്ലെങ്കിൽ ഐഡന്റിക്കൽ എന്ന് പറയാം. സെയിം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഐഡന്റിക്കൽ എന്നായിരിക്കും കുറച്ചും കൂടെ നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം സെയിം എന്ന് പറഞ്ഞാൽ എല്ലാം 1 2 3 തന്നെയാണ് ഫുൾ എങ്കിൽ 1 2 3 1 2 3 ആണ് റോസ് എല്ലാം എന്നുണ്ടെങ്കിൽ ഇവിടെ റോസ് എല്ലാം സെയിം ആണെന്ന് പറയാം. ഐഡന്റിക്കൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇതിന്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആണോ നെക്സ്റ്റ്, അതായത് ഒരു റോയുടെ സ്കെയിലാർ മൾട്ടിപ്പിൾസ് അത് റോസ് വരികയാണെങ്കിൽ നമുക്ക് അതിന് ഐഡന്റിക്കൽ മെട്രിക്സ് എന്ന് പറയാം, ഐഡന്റിക്കൽ റോസ് എന്ന് പറയാം. അപ്പോൾ 1 2 3ന്റെ അതിന്റെ കൂടെ ഒരു ഇൻറ്റു 2 ചെയ്യുമ്പോഴാണ് നമുക്ക് സെക്കൻഡ് റോ കിട്ടുന്നത് അല്ലേ. 1 × 2 2, 2 × 2 4, 3 × 2 6 എന്ന് കിട്ടി. ഇനി ഫസ്റ്റ് റോയുടെ തന്നെ ഇൻറ്റു 3 ചെയ്യുമ്പോൾ, അതായത് ഫസ്റ്റ് റോ ഇൻറ്റു 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് തേർഡ് റോ കിട്ടുന്നത് 3 6 9. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം തമ്മിൽ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് റോസ് ആണ്. അതുകൊണ്ട് ഇത് ഐഡന്റിക്കൽ ആണെന്ന് പറയാം. അങ്ങനെ ഒരു മെട്രിക്സ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ഐഗൻ വാല്യൂസ് ലാംഡ എന്ന് പറയുന്നത് എപ്പോഴും ലാംഡ ഇസ് ഈക്വൽ ടു 1. അതിൻ്റെ ഇങ്ങനെ ഒരു ഐഡന്റിക്കൽ മെട്രിക്സ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത് 1 ട്രേസ് ആയിരിക്കും. അതായത് ട്രേസ് എന്ന് പറയുന്നത് അറിയാലോ, ട്രേസ് എന്ന് പറയുന്നത് അതിൻ്റെ ഡയഗണൽ എലമെന്റ്സിന്റെ സം ആണ്. അപ്പോൾ ട്രേസും പിന്നെ റിമൈനിങ് 3x3 മെട്രിക്സ് ആയതുകൊണ്ട് n-1 എന്ന് പറയുമ്പോൾ ഇവിടെ ഓർഡർ എന്ന് പറയുന്നത് n എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3 - 1 സീറോസ് കാണും, അതായത് ട്രേസ് പിന്നെ 2 സീറോസ് ആയിരിക്കും ഇതിൻ്റെ ഈഗൻ വാല്യൂസ്. അതുപോലെ സിമിലർലി n by n മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങനെ ഒരു ഫോം ആണെങ്കിൽ മാത്രം കേട്ടോ, അതായത് റോസോ കോളംസോ ഐഡന്റിക്കൽ റോസ് അല്ലെങ്കിൽ ഐഡന്റിക്കൽ കോളംസ് ആണെങ്കിലാണ് നമ്മൾ ഈഗൻ വാല്യൂസ് ട്രേസ് ആൻഡ് n - 1 സീറോസ് കാണും. ഓക്കെ,
3/3 ആയതുകൊണ്ട് ട്രേസ്, പിന്നെ n-1 എന്ന് പറയുമ്പോൾ 2 സീറോസ് ആണ്. അപ്പോൾ നമുക്ക് കോമൺലി ഒരു n/n മെട്രിക്സ് ആണെങ്കിൽ ഫോർ എൻ n/n മെട്രിക്സ് ലാംഡ എന്ന് പറയുന്നത് ട്രേസ് ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മ്, പിന്നെ n-1 സീറോസ് കാണും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം അറിയാവുന്നത് കൊണ്ട് അത് വെച്ചിട്ട് നമ്മൾ ഈ ഓപ്ഷൻ ഒന്ന് നോക്കുക. ഓപ്ഷൻ എ നോക്കിക്കേ, ഹാസ് 1, അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിന് ഹാസ് 1 ഡീജനറേറ്റ് ഈഗൻ വാല്യൂ വിത്ത് ഡീജനറസി n-1. അത് ശരിയാണോ എന്ന് നോക്കാം. നമുക്കറിയാം ഡീജനറേറ്റ് ഈഗൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ, അതായത് ഇവിടെ ട്രേസ്, ഈ 3/3 മെട്രിക്സിൽ ട്രേസ് 0 0 എന്നുള്ളതാണ് അതിൻ്റെ ഈഗൻ വാല്യൂസ്. അപ്പോൾ ഇവിടെ ഡീജനറേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഈഗൻ വാല്യൂസ്, അത് ഏതാണ്? 0 ആണ് അല്ലേ? 0 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡീജനറേറ്റ് ആയിട്ടുള്ള ഈഗൻ വാല്യൂ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 0 ആണ്. ഇനി നോൺ ഡീജനറേറ്റ് ഈഗൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒറ്റ തവണ മാത്രം വന്നിട്ടുള്ള ഈഗൻ വാല്യൂസ്, അതിവിടെ എന്തായിരിക്കും? ട്രേസ് ആയിരിക്കും. ട്രേസ് നമുക്ക് ഇപ്പോൾ ഇവിടെയാണ്, ഈ കേസിലാണെങ്കിൽ 9 + 4 13 + 1 14 ആണ് അല്ലേ? അപ്പോൾ 14 0 0 ആണ് ഈ ഒരു മെട്രിക്സിന്റെ ഈഗൻ വാല്യൂസ്. അപ്പോൾ നോൺ ഡീജനറേറ്റ് ഈഗൻ വാല്യൂ എന്ന് പറയുന്നത് 14ഉം ഡീജനറേറ്റ് ഈഗൻ വാല്യൂ എന്ന് പറയുന്നത് ഈ 2 സീറോസും ആണ്. അപ്പോൾ ഈ ഡീജനറേറ്റ് ആയിട്ടുള്ള ഈഗൻ വാല്യൂവിന്റെ ഡീജനറസി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര ടൈം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്ര പ്രാവശ്യമാണ്? 2 ടൈംസ് ആണ്. നമുക്കിവിടെ n/n മെട്രിക്സിന്റെ കേസാണ് വേണ്ടത്. അപ്പോൾ n/n മെട്രിക്സ് ആയിരുന്നെങ്കിൽ ഇവിടെ n-1 സീറോസ് കാണും. അപ്പോൾ ഡീജനറേറ്റ് ആയിട്ടുള്ള ഈഗൻ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. ഓക്കെ, അതിന്റെ ഡീജനറസി എന്ന് പറയുന്നത് എത്രയാണ്? n-1 സീറോസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. എന്താണ്? ദിസ് n/n മെട്രിക്സ് എ ഹാസ് 1 ഡീജനറേറ്റ് ഈഗൻ വാല്യൂ, അത് ഏതാണ്? 0 ആയിരിക്കും. വിത്ത് ഡീജനറസി, അതായത് n എന്ന് തന്നതുകൊണ്ട് ഡീജനറസി n-1 സീറോസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 4 ക്വസ്റ്റ്യനും മെട്രിസസിന്റെ ഭാഗത്തുനിന്ന് നിരന്തരമായിട്ട് ചോദിക്കുന്ന, അതായത് അറിയാം CSIR നെറ്റിൽ ഒരിക്കലും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും വരില്ല അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ CSIR നെറ്റ് ഫിസിക്സിനായിട്ട് JRFന്റെ വിക്ടറി ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് PYQs ആണ്. അതായത് മാക്സിമം എത്രത്തോളം ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ടോ, നമുക്കറിയാം എത്രത്തോളം PYQs നമ്മൾ ചെയ്യുന്നുണ്ടോ അത്രത്തോളം നമ്മൾ ആ കണ്ടന്റുമായിട്ട് തറോ ആവും. അപ്പോൾ മെട്രിക്സ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ച് എളുപ്പമുള്ള ടോപ്പിക്കാണ്, പക്ഷെ വളരെ ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കും കൂടിയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഈഗൻ വാല്യൂസ് കണ്ടുപിടിക്കാനാണെങ്കിലും ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനാണെങ്കിലും ഒരു നെഗറ്റീവ് സൈനിന്റെ വ്യത്യാസം മതി നമുക്ക് ആ ഒരു ആൻസറിന്റെ ഫുൾ ഒരു ഫ്ലോ അങ്ങ് പോകും. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ് ആണ്. അതായത് ഒത്തിരി PYQs ഉണ്ട്. നമുക്ക് വീക്ക്ലി ട്വൈസ് ആണ് നമ്മളിവിടെ റിവിഷൻ ടെസ്റ്റുകൾ നടത്തുന്നത്. അതുപോലെ തന്നെ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഡെയിലി നമ്മൾ പഠിക്കാൻ കൊടുക്കുന്നത് അതിൽ നിന്നിട്ടുള്ള റിവിഷൻ ടെസ്റ്റുകളാണ് വീക്ക്ലി 2 ടൈംസ്, അതായത് വെനസ്ഡേയ്സും സാറ്റർഡേയ്സും ആണ് നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി വെനസ്ഡേയ്സ് ആൻഡ് സാറ്റർഡേയ്സ് ആണ് റിവിഷൻ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുള്ളത്. അത് മാത്രമല്ല മന്ത്ലി ടെസ്റ്റുകളും ഉണ്ട്. അതായത് മന്ത് എൻഡിലോട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു മന്ത് നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒന്നും കൂടെ ആ പോർഷൻസ് ബ്രഷപ്പ് ചെയ്തുകൊണ്ടുള്ള ടെസ്റ്റുകളും നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ലൈവ് ക്ലാസ്സസ്, അതായത് ലൈവ് ക്ലാസ്സസിലൂടെ പ്രോബ്ലം സോൾവ് ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടൈമിൽ തന്നെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് കറക്റ്റായിട്ട് ആ ക്വസ്റ്റ്യൻ്റെ ആ ഒരു മെത്തേഡ്സ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ്സ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ നമുക്ക് റെക്കോർഡഡ് സെഷൻസ് ഉണ്ട്. ഈ 9 പേപ്പേഴ്സിൽ നിന്നുള്ള, അതായത് CSIR നെറ്റിൻ്റെ 9 പേപ്പേഴ്സ് നമുക്കറിയാമല്ലോ. അപ്പോൾ പാർട്ട് ബിയിലും സിയിലും ആയിട്ട് 9ഓളം പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ആ 9 പേപ്പേഴ്സിൻ്റെയും റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ബേസിക് തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. അതായത് ഡിഗ്രി തുടങ്ങി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അത്രത്തോളം ഡീപ്പായിട്ടാണ് ക്ലാസ് എടുത്തു പോകുന്നത്. അപ്പോൾ അതും കണ്ട് അതിൻ്റെ ഒപ്പം ലൈവ് ക്ലാസ്സസും പിന്നെ ഒത്തിരി ടെസ്റ്റുകൾ പിന്നെ മോഡൽ എക്സാമുകൾ നമ്മൾ ഈ പോർഷൻസ് എല്ലാം ഏകദേശം കവർ ചെയ്ത് കഴിയുമ്പോൾ
കുറേ മോഡൽ എക്സാമുകൾ എഴുതുന്നുണ്ട്. അപ്പോൾ എക്സാമിനുള്ള ആ ഒരു ഫിയർ മാറണമെങ്കിൽ മോഡൽ എക്സാം നിങ്ങൾ അതേ ആ ഒരു ഹോളിൽ നിന്ന് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന അതേ ഒരു ഇമ്പോർട്ടൻറ്റോട് കൂടെ തന്നെ നമ്മുടെ മോഡൽ എക്സാമുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പരിധി വരെ നമ്മുടെ ആ ഒരു ഭയം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ CSIRൻ്റെ JRF വിക്ടറി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ബോർഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഓൾ.